എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ സിനിമയിലും മറ്റ് ഫീൽഡിലും വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും നമസ്കാരം. നസീർ സാറിൻ്റെ പേരിൽ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ജന്മഭൂമിയുമായിട്ട് ഞാൻ തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അദ്ദേഹത്തിന് വേണ്ടി പാടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു 1989 അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ചെയ്ത കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിൽ എനിക്കൊരു പാട്ട്, അദ്ദേഹത്തിന് വേണ്ടിയല്ല, ജനറലായിട്ടൊരു പാട്ട് എനിക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട്. നാളെ അന്തിമയക്കുമ്പോൾ രാവിലെ വിളിക്കുമ്പോൾ എന്ന് കെ രാഘവൻ മാഷ് സംഗീതം ചെയ്ത് പി ഭാസ്കരൻ മാഷ് എഴുതിയൊരു പാട്ട്. അതെൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് എൻ്റെ പുസ്തകങ്ങളിൽ എഴുതി വയ്ക്കാൻ പറ്റുന്ന ഒരു പാട്ടായിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ പറ്റിയുള്ള ഓർമ്മകൾ ഒരുപാടുണ്ട്, ഒരുപാട് ഓർമ്മകൾ. നമുക്ക് സിനിമയിൽ ശരിക്കും സിനിമയിൽ ആരെ നമ്മൾ ഫോളോ ചെയ്യണം, അനുകരിക്കണം അല്ലെ അനുഗമിക്കണം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ, പ്രേം നസീർ സാർ. അത് കഴിഞ്ഞിട്ട് മറ്റൊരു വാക്കില്ല. ഇത് സത്യമാണ്, ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരിക്കൽ ഞാൻ ഒരു ഗൾഫ് ഷോയായിട്ട് തോംസൺ എന്ന ഗ്രൂപ്പിൻ്റെ ഷോയിൽ നസീർ സാറിൻ്റെ കൂടെ പോയി. അന്ന് ഞാൻ 1-2 ചിത്രങ്ങളിലെ പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 84-85 ആ കാലഘട്ടത്തിലാണ്, 85-86 സംതിങ് ചെയ്തായിട്ട്. ഒരുപാട് ആർട്ടിസ്റ്റുണ്ടായിരുന്നു, മോഹൻലാൽ തൊട്ട് ഒരുപാട് ആർട്ടിസ്റ്റ്, കൊച്ചി നനീഫ, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അബുദാബിയിലെ പ്രോഗ്രാമിന് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ എന്തോ ആ തിയേറ്ററിലൊരു അമോണിയം ലീക്കേജ് ഉണ്ടായിട്ടായിരുന്നു. സാധാരണ സ്കിറ്റൊക്കെ കളിക്കുന്നവരിങ്ങനെ കളിക്കുമ്പോൾ നേരെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഒരു ഗായകൻ എന്നുള്ള നിലയിൽ പാടുമ്പോൾ നമ്മൾ നേരെ നോക്കി നിന്നല്ലേ പാടാൻ പറ്റും, നേരെയല്ലേ പറ്റും. അന്ന് ഇതുപോലെ നമുക്ക് ചാടാനൊന്നും പറ്റില്ല. അപ്പോൾ നേരെ സ്ട്രെയിറ്റ് സിംഗിങ് ആണ്. അപ്പോൾ ആ തിയേറ്ററിൻ്റെ പ്രൊജക്ടറിൽ നിന്ന് ഒരു ലൈറ്റ് ഉണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ, ആ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് എൻ്റെ കണ്ണെല്ലാം കൂടെ വീങ്ങി. ഒരു നിവർത്തിയില്ല. അതായത് റെഡിഷായിട്ട് കണ്ണെല്ലാം കൂടെ വീങ്ങി. പിറ്റേ ദിവസമാണ് അൽനാസർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ദുബായിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ ദ ലാസ്റ്റ് പ്രോഗ്രാം, ഞങ്ങൾക്ക് 8 പ്രോഗ്രാം ഉണ്ട്, 8-10 പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലെ വീഡിയോ ഒക്കെ എടുക്കുന്ന പ്രോഗ്രാം അതായിരുന്നു ലാസ്റ്റ് പ്രോഗ്രാം. അപ്പോൾ ഞങ്ങളെല്ലാം താമസിച്ചിരുന്ന പാം ബീച്ച് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് നസീർ സാറും ഞങ്ങളെല്ലാവരും താമസിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ സാധാരണ എണീക്കുമ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് കുറേ സംസാരിച്ചത് എനിക്ക് ഒന്ന് ആരൊക്കെ തോന്നുന്നു കൂട്ടത്തിലുണ്ടായിരുന്നു. അന്ന് ഒരു 8-8 ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലോട്ട് പോകുമ്പോൾ തിരിച്ച് ലിഫ്റ്റിൽ സാറ് നല്ല കുട്ടപ്പനായിട്ട് ഒരു നല്ല സിൽക്ക് മുണ്ടും ഒരു നല്ല സിൽക്ക് ഷർട്ടും ഇട്ടിട്ട് സുന്ദരനാണെന്നുള്ള കാര്യം പറയണ്ടത്. കാരണം നായക സങ്കല്പം എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ച അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്ന് ഞാൻ എൻ്റെ സെയിം ഫ്ലോറിൽ ലിഫ്റ്റ് ഓപ്പണായിരുന്നു. എന്താ ശ്രീമാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചായ കുടിക്കാൻ പോവാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴാണോ ചായ കുടിക്കുന്നത്? നേരത്തെയൊക്കെ എണ്ണീക്കണ്ടേ, നിങ്ങൾ പാട്ടുകാരല്ലേ, നിങ്ങളൊക്കെ സാധനം ചെയ്യണ്ടേ, 5 മണിക്കൊക്കെ എണ്ണീറ്റ് സാധനം ചെയ്യണ്ടേ. അപ്പോൾ മനസ്സിൽ ഞാൻ ആലോചിച്ചു, ദൈവമേ, നമ്മൾ 6 മണി 7 മണിയുടെ ശേഷമേ കണ്ടിട്ടുള്ളൂ, സാധനമൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വരും മുറിയിൽ പോയിട്ട് അവിടെ ഈ ഫ്ലാസ്കും ചായയും ഉണ്ടാക്കാനുള്ള കാര്യങ്ങളുണ്ട്, അതിലൊരു ചായയെല്ലാം ഉണ്ടാക്കി എനിക്ക് തന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ സംസാരിച്ചു, കുറേ കാര്യങ്ങൾ അതായത് ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ആയിരിക്കും, നിങ്ങളൊക്കെ വളർന്നു വരുന്ന പാട്ടുകാരും കുട്ടികളുമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അന്നത്തെ വൈകുന്നേരത്തെ പ്രോഗ്രാം ഇപ്പം എൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു
ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചു. ഞാൻ പറയുന്നത് അത് 1985-ലൊക്കെയാണ്. ആ സമയം ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് ഞാൻ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്നെ മൂവി എയറിലാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ്. സാർ ഒന്നും പേടിക്കണ്ട. അങ്ങനെ ഞാൻ കയറുന്നതിന് മുമ്പ് നസീർ സാർ വന്നൊരു വാക്ക് പറഞ്ഞു. ആ വാക്ക് അന്ന് ഞാൻ ഒന്നുമല്ല, ഒരു 2-3 ചിത്രങ്ങളിൽ പാടി എന്നുള്ളതിൽ വലിയൊരു പ്രശസ്തി ഒന്നുമില്ല. സാറ് വന്നിട്ട് പറഞ്ഞു, LG ശ്രീകുമാറാണ് അടുത്തൊരു പാട്ട് പാടാൻ പോകുന്നത്. അദ്ദേഹം ഇനി മലയാള സിനിമാ രംഗത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഞങ്ങൾ കേട്ടു, കഴിഞ്ഞ 7 പ്രോഗ്രാമിന് കേട്ടു. ഇത് ലാസ്റ്റ് പ്രോഗ്രാമാണ്. അദ്ദേഹത്തിന് ഇന്നലെ കണ്ണിന് സുഖമില്ലാതെ വന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വരുമ്പോൾ നിങ്ങൾ ഒരു കൂളിംഗ് ഗ്ലാസ് ധരിച്ചിരിക്കുന്നതാണ്, തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് പറഞ്ഞു, ശിവകുമാർ തീർച്ചയായിട്ടും നാളെ മലയാള സിനിമയിലെ ഒരു വാഗ്ദാനമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ഞാൻ ആലോചിക്കുക, ഞാൻ ഒന്നും ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ഞാൻ ഇന്നാരാകുമെന്നോ അല്ലെ ആകണമെന്നോ ഞാൻ ഇതുവരെ ഉദ്ദേശിച്ചില്ല. നാളെ എന്താകണമെന്നോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവം തന്ന ഒരു കഴിവ്, എൻ്റെ കുടുംബപരമായിട്ടുള്ള കഴിവ്, എൻ്റെ ചേട്ടൻ MG രാധാകൃഷ്ണൻ, ചേച്ചി ഓമനക്കുട്ടി, എൻ്റെ അമ്മയുടെ വയറ്റിൽ പ്രസവിക്കാൻ ഞാൻ ജനിച്ചത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കൊടുത്തു. ഒരു പാട്ട് കുടുംബത്തിൽ ജനിച്ചതിൻ്റെ ഗുണം മാത്രമാണ് ഞാനിന്ന് ആസ്വദിക്കുന്നത്. എനിക്ക് കിട്ടുന്ന പാട്ടുകൾ എനിക്ക് പാടാൻ സാധിക്കുന്നില്ല. അപ്പം നസീർ സാറിനെ അങ്ങനെ ആ ഓർമ്മയിലൂടെ ഞാൻ ഞാൻ പല സെറ്റിലും കടത്തനാടൻ പള്ളിയിൽ സെറ്റിൽ പോയപ്പോൾ ഞാൻ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ആ മനുഷ്യൻ, എന്താണ് ആ മനുഷ്യൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഡൗൺ ടു എർത്ത് സ്വഭാവം, അദ്ദേഹം ചെയ്യുന്ന എന്താണ് ചാരിറ്റി വർക്ക്സ് ഒന്നും ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ പലർക്കും അറിയാമല്ലേ, ഒരു യഥാർത്ഥ കലാകാരൻ, യഥാർത്ഥ മനുഷ്യൻ എന്നുള്ളതിൽ നമുക്ക് എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ അന്നും ഇന്നും എനിക്ക് നസീർ സാറിൻ്റെ പാട്ടുകൾ, നേരത്തെ മുരളീധരൻ സാർ പറഞ്ഞതുപോലെ പഴയ പാട്ടുകൾ ദാസേട്ടൻ പാടുമ്പോൾ അദ്ദേഹം ലിപ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നില്ല ദാസേട്ടനാണ് പാടുന്നത് തോന്നില്ല. നമുക്ക് പ്രേംനസീർ സാർ കണ്ടിട്ട് പുഷ്പമംഗലയാ ഭൂമി അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് രോമാഞ്ചം. ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പാട്ടുകൾ പിടിച്ചു നിൽക്കുന്നതെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇപ്പോഴും അതിനെ തിരിച്ചു കൊണ്ടിരുന്നു. പുതിയ തലമുറയ്ക്ക് ഇത് മുതൽക്കൂട്ടായിട്ട് തിരിച്ചു കൊണ്ടിരുന്നത് റിയാലിറ്റി ഷോസാണ്. കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഈ റിയാലിറ്റി ഷോയിൽ വരുമ്പോഴത്തേക്ക് പഴയ പാട്ടുകൾ, മനോഹരമായ ഈണങ്ങൾ, ദേവരാജൻ മാസ്റ്റർ, അതുപോലെ തന്നെ പി ഭാസ്കരൻ മാസ്റ്റർ, അങ്ങനെ ഒരുപാട് ലെജൻസ് സംഗീത സംവിധാനം ചെയ്ത പാട്ടുകൾ നമ്മൾ വീണ്ടും പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു റിയാലിറ്റി ഷോ ഉള്ളത് തീർത്തും ശുഭകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ നസീർ സാറിന് വേണ്ടി അന്ന് പാടിയ, നസീർ സാറിനല്ല കടത്തനാടൻ പാടി എന്ന ചിത്രത്തിൽ എനിക്ക് കിട്ടിയ ഒരു 4 പേര് ഞാൻ ജസ്റ്റ് മൂടുകയുണ്ട്. നാളെ അന്തിമയങ്ങുമ്പും വാനിലമ്പിളി പൊന്തുമ്പും പൂമരക്കിളി താമരക്കിളി നിന്നെ കെട്ടാനാള് വരും, നിന്നെ കെട്ടാനാള് വരും. നാളെ അന്തിമയങ്ങുമ്പും വാനിലമ്പിളി പൊന്തുമ്പും പൂമരക്കിളി താമരക്കിളി നിന്നെ കെട്ടാനാള് വരും, നിന്നെ കെട്ടാനാള് വരും. ഇതാണ് എൻ്റെ ഭാഗ്യം. നസീർ സാറുമായിട്ട് ചേർന്ന് ആ സിനിമ. എന്തായാലും നസീർ സാറിൻ്റെ പേരിൽ എനിക്കിവിടെ ഈ അവാർഡ് തന്ന എല്ലാ സംഘടനകളോടും നന്ദി പറയുന്നു. നസീർ സാറ് ഇന്നും ഒരിക്കലും അദ്ദേഹത്തിന് മരണമില്ല. ഇന്നും നമ്മളുടെ മനസ്സിൽ, നമ്മളുടെയല്ല, നമ്മളുടെ കുട്ടികളുടെയും മനസ്സിൽ നസീർ സാറിന് സ്ഥാനമുണ്ട്. ആ സ്ഥാനം ആർക്കും മാറ്റാൻ പറ്റില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആദരാഞ്ജലി. താങ്ക് യു സോ മച്ച്.